അഹമ്മദാബാദ് വിമാനാപകടത്തിന് തൊട്ടുമുൻപ് എയർ ഇന്ത്യ വിമാനത്തിലെ പൈലറ്റ് മെയ്ഡേ സന്ദേശം നൽകിയത്. ഇതിനുശേഷം വിമാനത്തിൽ നിന്ന് പ്രതികരണമൊന്നും ലഭിച്ചില്ലെന്നും ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെ എയർ ട്രാഫിക് കൺട്രോളിലേക്ക് എത്തിയ മെയ്ഡേ കോൾ എന്താണ്? എന്നെ സഹായിക്കൂ എന്നർത്ഥമുള്ള ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് മെയ്ഡേ എന്ന വാക്കിന്റെ ഉദ്ഭവം. കപ്പലും വിമാനവും ഒക്കെ അപകടത്തിൽപ്പെടുമ്പോഴും അടിയന്തര സഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിലുമാണ് ഈ റേഡിയോ സന്ദേശം ഉപയോഗിക്കുക. വ്യോമയാന രംഗത്തും സമുദ്ര ഗതാഗത മേഖലയിലും അടിയന്തര പ്രാധാന്യമുള്ള ഈ ആശയവിനിമയത്തെ ജീവൻ അപകടപ്പെടുന്നതിന്റെ മുന്നറിയിപ്പായാണ് കണക്കാക്കുന്നത്. ആയിരത്തി 1920കളിൽ അവതരിപ്പിക്കപ്പെട്ട മെയ്ഡേ നിലവിൽ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ആശയവിനിമയ സംവിധാനമാണ്. എഞ്ചിൻ തകരാർ, തീപിടുത്തം, നിയന്ത്രണം നഷ്ടപ്പെടൽ തുടങ്ങി വിമാനത്തിന്റെയോ കപ്പലിന്റെയോ സുരക്ഷയ്ക്കും യാത്രക്കാരുടെ ജീവനും ഭീഷണിയാകുന്ന ഏതൊരു സാഹചര്യത്തിലും മെയ്ഡേ കോൾ നടത്താം. പൈലറ്റോ കപ്പലിന്റെ ക്യാപ്റ്റനോ നടത്തുന്ന മെയ്ഡേ കോളിൽ തുടർച്ചയായി 3 തവണ മെയ്ഡേ എന്ന് പറയും. സന്ദേശം കൃത്യമായി ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണിത്. വിമാനത്തിൽ നിന്നുള്ള ഈ സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയിലെ എല്ലാ റേഡിയോ ട്രാഫിക്കും നീക്കം ചെയ്യും. ദുരിതത്തിലായ വ്യക്തി അവരുടെ സ്ഥലം, അടിയന്തരാവസ്ഥയുടെ സ്വഭാവം, മറ്റ് പ്രധാന വിവരങ്ങൾ എന്നിവ പങ്കുവെക്കുന്നു. പിന്നീട് ATCയോ മറ്റ് അടിയന്തര സേവനങ്ങളോ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനം ഏറ്റെടുക്കും. എന്നാൽ അഹമ്മദാബാദിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപേ എല്ലാം എരിഞ്ഞടങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.